ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഹിജാബിന്റെ പ്രശ്നം, അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് തിരിച്ച് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നെസ്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത്? എന്തിനാണ് അത്തരത്തിലൊരു ചീത്തപ്പേര് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ജിഹാദ് ഇത്തരം നിങ്ങൾ പുറത്തെടുക്കുന്നത് എന്തിനാണ്? ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലീജിയൻ, അത് ഇസ്ലാമ മുസ്ലിമ എന്ത് കുന്ത്രാണ്ടായാലും ശരി, അത് നിങ്ങൾ പാലിച്ചിരിക്കണം. ആ കാര്യത്തിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ പറഞ്ഞു കുറെ ആയത്തും മണ്ണാങ്കട്ടയൊക്കെ ഓതിയിരുന്നു. ഇതിന്റെ ബാക്കി കൂടി പറയണം. നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത്? ഇത് വസ്ത്രമല്ല, ഇത് മതചിഹ്നമാണ്. ഞാൻ പറയുന്ന ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. ഇദ്ദേഹം തന്നെ ഓതിയ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി. അത് അദ്ദേഹം പറയില്ല. അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകള്, അതായത് ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു കണ്ടു അപ്പിടാൻ പോയപ്പോ. അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത്. അപ്പോ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്റെ പൊന്ന് അബ്ദുള്ള. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തൂ. അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇപ്പൊ എന്നിട്ട് ഞങ്ങള് യൂണിഫോം ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ? എന്തിനായിരുന്നു നിൽക്കുന്നത്? ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത്? ഏത് നേരവും ഏത് വിഷയത്തിലും മതം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇനിയെങ്കിൽ ആ ഒരു തുറപ്പം പരിപാടി ഒന്ന് നിർത്തൂ, ആ പോക്രിത്തരം ഒന്ന് നിർത്തൂ. ഇതാ ഞാൻ പറയുന്നത്. അപ്പോ ആദ്യം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയും ഈ പണി ഒപ്പിച്ചു തരാം. ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ്. എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇനി എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്നാ ഞാൻ ചോദിക്കുന്നത്. ഇനി നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായില്ലേ? ഇവിടെ മധ്യപ്രദേശില് ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിപ്പിക്കുന്നു. എന്തിന്റെ കേടാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം, ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു. വസ്ത്ര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തിത്തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെ ഉള്ള പരാതി. അത് ഇനിയെങ്കിലും തിരിച്ചറിയാം. സ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ, അവർ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ, അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവർ ധരിക്കുന്നത്. ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത്, അത് അവര് പാലിക്കണം. അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട്, പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഇക്വലൻസ് ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ ഏത് കോത്താഴത്തുനിന്നാ വരുന്നതെന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ആജ്ഞാപിച്ചതനുസരിച്ചാണ് ഈ മുസ്ലിം പെൺകുട്ടികളെ വസ്ത്രം ധരിക്കുന്നത്. അത് ആയത്ത് ഞാൻ ഇപ്പോൾ ഓതി, അത് നിഷേധിക്കാൻ കഴിയില്ല, അതിനെ ബാക്കി ഓതാനും കഴിയില്ല, ഉറപ്പാ ഓതാൻ കഴിയില്ല. അപ്പിക്കുപ്പായം അത്രേ ഉള്ളൂ. ഡെക്കറേഷൻ ഒന്നും വേണ്ട. അപ്പിക്കുപ്പായം അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ഡെക്കറേഷൻ കൊടുത്താലും അത്രേ ഉള്ളൂ. അപ്പിക്കുപ്പായം നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ. നിങ്ങൾ ആരിഫ് ഹുസൈൻ അതേ പറയുന്നൊന്ന് കേൾക്കുക, ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ പറയുന്നു, ആരിഫ് ഹുസൈൻ അപ്പൊ പറയണേ, ഞാനല്ലേ പറയണേ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അതെ, എന്റെ ഞാനാ പറയുന്നത്. ഓ അബ്ദുള്ള, ഞാൻ അതാണ് പറയുന്നത്. നിങ്ങളെ കേൾവിയുടെ പ്രശ്നം. നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം. താങ്കളെയാണ് ഞാൻ സംസാരിക്കാൻ അനുവദിച്ചത്. താങ്കൾ പറയൂ, എനക്കെടുത്താതെ പറയുന്നേ. അറിയാണല്ലോ, താങ്കളിൽ ഇടപെടല്ലേ. ദിവ്യവചനം അതാണ് ഖുർആൻ. അത് ഈ ആരിഫ് ഹുസൈൻ ഒന്നും അറിയില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. പഠിച്ച ഹോമിയോപ്പതി പൊട്ടത്തരം.
അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ആരിഫ് ഹുസൈൻ ഒന്നും ഉണ്ടായില്ലേ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കാം. വെറുതെ നിങ്ങൾ ഹോമിയോ മണ്ണാങ്കട്ടെന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഉത്തരം പറയൂ. ഈ പറയുന്ന അപ്പിക്കുപ്പായം, ഹിജാബ് എന്ന് പറയുന്ന അപ്പിക്കുപ്പായം, അത് ഒരു നിർബന്ധ വസ്ത്രമാണോ, നിർബന്ധ തുണി കഷ്ണമാണോ, അതോ അത് ചോയ്സ് ആണോ? നിങ്ങൾ പറയൂ. സിഒ അബ്ദുള്ള, ഒരു നിമിഷം ഞാനൊരു ഇടവേള എടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. താങ്കൾ ആ ഇടവേളയിൽ ചെവി ഒന്ന് ക്ലീൻ ചെയ്യുക. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നില്ല. മോശമായി പോയിട്ടോ? അതെ, ഭയങ്കര മോശമായി പോയി. അതെ അതെ ഇത്